നമ്മുടെ ഗുരുവായ ജയശ്രീകൾക്ക് നമസ്കരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. രാമായണ മാസമായതുകൊണ്ട് ഒരു ശ്ലോകം രാമനെ കുറിച്ച് നമുക്ക് ഹരപാരണായ ദിവിജൈകേൻ സംപ്രാപിത ചിന്മയഃ സംജാത പൃഥ്വീതലേ വിപുലേ മായാ മാനുഷ്യോ വ്യയതാം നിശ്ചക്രം ഹതരാക്ഷസ പുനരഗാ ബ്രഹ്മത്വമാദ്യസ്ഥിരം കീർത്തിം ഭാവകരാം വിധായ ജഗതാം തം ജാനകീശം വദേ. ഇതിനർത്ഥത്തിൽ പറയാം, ഭൂഭാരത്തെ തീർക്കുന്നതിനായി ദേവന്മാരുടെ പ്രാർത്ഥനയാൽ ഭൂമിയിൽ സൂര്യവംശത്തിൽ മായാമനുഷ്യനായി പിറന്ന് രാക്ഷസത്വത്തെയെല്ലാം ഹനിച്ച് പാപത്തെ ഇല്ലായ്മ ചെയ്ത് ബ്രഹ്മതത്വം ഉറപ്പിച്ച് സ്വസ്ഥിരകൃത്യമാനായി ആദിബ്രഹ്മത്തിൽ ആഗ്രഹിച്ചുവോ ആ സീതാപതിയായ ശ്രീരാമചന്ദ്രനെ ഭജിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ സ്തുതികളെല്ലാം അസാധാരണമായ മഹത്വത്വം ഉള്ളവയാണ്. ഈ സ്തുതികൾ നമ്മൾ വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഈശ്വരതത്വവും ഈശ്വര മാഹാത്മ്യവും മനസ്സിലാകുന്നു. പിന്നെ ഈശ്വര പ്രാപ്തിക്കുള്ള മാർഗവും കാണിച്ചു തരുന്നു. കൂടാതെ ഭക്തിയും ഉണ്ടാകുന്നു. മിക്ക സ്ത്രീകളും ജ്ഞാനത്തിന്റെ പരമകാഷ്ഠ്യത്തിൽ എത്തി നിൽക്കുന്നവരാണ്. ഇവിടെ വിഷയം ഗജേന്ദ്ര സ്തുതിയാണ്. ഗജം പറഞ്ഞ ആന, ഗജേന്ദ്രൻ ആനക്കലൻ. എങ്ങനെ ഗജേന്ദ്രൻ ഇങ്ങനെ ഈ ഗജേന്ദ്രനെ ഭവിച്ചതെന്നുള്ളതിന് പറയാം. പൂർവജന്മത്തിൽ ഈ ഗജേന്ദ്രൻ പൂർവജന്മത്തിൽ ഈ ഗജേന്ദ്രൻ കൃഷ്ണതിമൻ ഭാരതഖണ്ഡദേശത്തെ രാജാവായ കൃഷ്ണതിമനായിരുന്നു, ഇന്ദ്രതിമ്യനായിരുന്നു. ആ ഇന്ദ്രതിമ്യൻ വളരെയധികം ഭക്തിമാനായിരുന്നു. ആ ഭക്തി ഈ ജന്മത്തിനും ഉണ്ടായത് കാരണമാണ് ഈ എല്ലാവരും കൂടി ചിത്രകൂടത്തിൽ അതിന്റെ വിലസതിയായിരുന്നു. ആന, കൊമ്പനാനകള്, കുട്ടിയാനകള്, കുടിയാനകള് എല്ലാവരും കൂടി സ്വകീയ വിഹാരം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലത്ത് ഒരു സമയത്ത് വെള്ളം കുടിക്കാനായി പൊയ്കയിൽ ഇറങ്ങിയപ്പോഴോ കുറച്ച് കഴിഞ്ഞപ്പോ മുതല വന്ന് താഴെ കുടിച്ചു. അപ്പൊ ഇങ്ങനെ രസിച്ച് കുടിക്കായിരുന്നു എല്ലാ ആനകളും കൂടിയിട്ട്. അത് കഴിഞ്ഞ് എല്ലാ ആനകളും ഉള്ളിലേക്ക് വന്നപ്പോൾ ഈ ആനയ്ക്ക് ഗജേന്ദ്രന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. എല്ലാ ആനകളും കൂടി ശ്രമിച്ചു നോക്കി, ഒന്നും സാധിച്ചില്ല. അവരൊക്കെ അവരെ വാർഡിന് പോയി. അങ്ങനെയാണ് എല്ലാവരും തന്നെ രാവിലത്തെ സമയത്ത് എല്ലാവരും അവരുടെ വാർഡ് നോക്കും. ഭഗവാൻ മാത്രമേ നമുക്ക് രക്ഷയായിട്ടുള്ളത്. അങ്ങനെ പൂർവ്വസ്മരണ നിമിത്തം ഈ ഗജേന്ദ്രൻ ആ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓം നമോ ഭഗവതേ തസ്മൈ ഏതച്ഛിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ വിധിമതേ. ജഗത്പ്രകൃതിക്ക് ബോധം നൽകുന്ന ഭഗവാന്റെ നമസ്കാരം. അന്തര്യാമിയും പ്രകൃതി പുരുഷരൂപങ്ങൾ ധരിച്ചവനും സർവേശ്വരനുമായ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ ഗജേന്ദ്രൻ സ്തുതി തുടങ്ങുന്നത്. യസ്മിന്നിദം യദശ്ചേദം യേനേകം യൈതസ്വയം യോസ്മാത് പരമാശ്ച പരഃ തം പ്രപദ്ധ്യേ സ്വയംഭുവം. ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ആരെയാണോ അത് നിലനിൽക്കുന്നത്, നിമിത്തകാരണ സ്വരൂപനായ യാതൊരു ഭഗവാനിൽ നിന്ന് പ്രകടമാകുന്നു, അതായത് വെളിപ്പെടുന്നത് ഏതുപോലെ എന്നാൽ കുംഭകാരിൽ നിന്നും ഘടാതിപാത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഉപകരണാത്മകനായ യാതൊരു ഭഗവാനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ, ചക്രം, ദണ്ഡം എന്നീ ഉപകരണങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്ന ഘടം പോലെ ഈ ലോകം യാതൊരുവനായി കൊണ്ട് എല്ലാ കാലത്തും ഇരിക്കുമ്പോ മൺപാത്രങ്ങൾ അവസാനം മണ്ണായി തന്നെ തീരുന്ന പോലെ ഇവിടെ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഭഗവാൻ തന്നെയാണ്. എക്കാലത്തും നിലകൊള്ളുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. ഈ ശ്ലോകം സർവോപനിഷത്ത് ഉള്ള മന്ത്രമാണ്. ഇതിന്റെ താരം മനസ്സിലാക്കി 1008 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ മൃത്യുവിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതാണ് ശ്രുതി പറയുന്നത്.
യസ്വാത്മനീതം നിരമായയാർപ്പിതം ക്വചിത് വിവാദം ക്വചതത്തിരോപിതം അഭിധരിക്സാക്ഷുഭയം തദീക്ഷതേ ആത്മമൂലോ വധുമാം പരാത്പരഃ. തടസ്സമില്ലാത്ത ബോധസ്വരൂപനാണ് ഭഗവാൻ. എല്ലാത്തിനെയും സാക്ഷിയുമാണ്. തന്നെ മായാശക്തി കൊണ്ട് തന്നിൽ തന്നെ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു. മറ്റുള്ളവർ ഈ പ്രകടാവസ്ഥയെ മാത്രമേ കാണുന്നുള്ളൂ. ഈ കാരണാവസ്ഥയെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭഗവാനും ഈ രണ്ട് അവസ്ഥയ്ക്കും സാക്ഷിയായി നിലകൊള്ളുന്നു. ഏറ്റവും മഹത്തായ മനുഷ്യ സമൂഹങ്ങൾക്കും അധീനായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണശോ ലോകേഷു കാലേഷു സർവകേഷു തമസ്തദാസി ഗഗനം ഗംഭീരം യസ്തസ്യ കാലേ വിരാജതേ തുഭ്യം. ലോകങ്ങളും ലോകപാലന്മാരും ലോകകാരണ പദാർത്ഥങ്ങളായ മഹാതത്വങ്ങളും കാലത്തിന്റെ ശക്തിയാല് അവരുടെ പ്രാന്താംശയിൽ ലയിച്ചു ചേരുന്നു. അപ്പോൾ അഗാധമായ അന്ധകാരം അവശേഷിക്കുന്നു. ആ അന്ധകാരത്തിന്റെ അപ്പുറത്തും ഭഗവാൻ മാത്രമേ പ്രശോഭിക്കുന്നുള്ളൂ. ഇതുപോലെ ആദിത്യവർണ്ണം തമസപരസ്ത. തമസിന്റെ അപ്പുറത്ത് ആദിത്യനെ പോലെ സൂര്യനെ പോലെ ഭഗവാൻ പ്രകാശിക്കുന്നു. നയത്യദേവാർഷയപദം വിദുഃ ജന്തുപുനകോ തരിഗന്തുമേദിതം യഥാ നടത്യാകൃതിരവിചേതോ വിരത്യാനുക്രമണസമാപദോ. നാടകം കാണുന്ന നമ്മൾ ആ നടിക്കുന്ന നടന്റെ ആ അഭിനയത്തെ മാത്രമേ കാണുന്നുള്ളൂ. ആ നടന്റെ വിവരങ്ങളൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതേപോലെ ബഹുമുഖനായ ഭഗവാനെ ദേവന്മാരും ഋഷീശ്വരന്മാരും പോലും ആ ഭഗവാന്റെ തത്വം അറിയുന്നില്ല. ചരിതവും കർമ്മവും അറിയാൻ ആവാത്ത ഭഗവാനെ എന്നെ രക്ഷിക്കട്ടെ. തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേനന്ദശക്തിയേ അരൂപായ രൂപായ നമഃ ആശ്ചര്യകർമ്മണേ. പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ രൂപമില്ലെങ്കിലും അനേക രൂപങ്ങൾ ധരിച്ച് അദ്ഭുത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ ഭഗവാന് നമസ്കാരം. അനേക രൂപങ്ങൾ പറഞ്ഞതോ മത്സ്യം, കൂർമ്മം, വരാഹം, ഇങ്ങനെ കുറെ അവതാരങ്ങൾ എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ അത്ഭുത രൂപങ്ങൾ പറഞ്ഞല്ലോ. ജനിച്ച് കുറച്ച് ദിവസമാകുമ്പോഴേക്കും പൂതനയ്ക്ക് മോക്ഷം. അതേപോലെ 4-5 വയസ്സാകുമ്പോഴേക്കും ഗോവർദ്ധന പർവ്വതത്തെ കയ്യിൽ എടുത്തത്. ഇതൊക്കെ ഇങ്ങനെ അനേകം അത്ഭുത ലീലകൾ ഭഗവാൻ ആടിയിട്ടുണ്ട്. ആ ഭഗവാന് നമസ്കാരം. നമഃശാന്തായ ഗൂഢായ ഗൂഢായ ഗുണകർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഗണായ ച. ഈ കാമം, ക്രോധം ഇതൊന്നും ഇല്ലാത്ത ഭഗവാന് നമസ്കാരം. അതേപോലെ ഘോരമായ രൂപമെടുത്ത് ദുർജനങ്ങളെ വധിക്കുന്ന ഭഗവാന് നമസ്കാരം. പിന്നെ ഗൂഢനാണ്. എല്ലാ പ്രകൃതിയിലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞൊക്കെയാണ്. എന്നാലും നമുക്ക് ആ ഭഗവാനെ നമ്മുടെ കണ്ണുകളോട് കാണാൻ പറ്റില്ല. അതായത് ജ്ഞാന ചക്ഷുസ് കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാത്തതായി ഭവിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതിയെ നമഃ. നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ വസിക്കുന്ന ഭഗവാൻ, ക്ഷേത്രജ്ഞായ ഭഗവാനാണ് അതിൽ വസിക്കുന്നത്. ആ ഭഗവാന് നമസ്കാരം. എല്ലാറ്റിനും സാക്ഷിയാണ്. ഏറ്റവും ആദ്യമുള്ളവനാണ്. ആത്മാവിന്റെയും പ്രകൃതിയുടെയും മൂലകാരണമായ ഭഗവാന് നമസ്കാരം. ഗുണാരണിച്ചൂഷ്മവായ തക്ഷോഭിസ്ഫൂർത്തിരമാനതായ നൈഷ്കർമ്മ്യഭാവേന വിവർജ്യതാഗമ സ്വയം പ്രകാശായ നമസ്കരോമി. പ്രകൃതി ഗുണങ്ങളാവുന്ന അരണികളിൽ ഒഴിഞ്ഞിരിക്കുന്ന ചിതഗ്നി സ്വരൂപനായ ഭഗവാൻ ആ ഗുണങ്ങൾ ശോഭിക്കുമ്പോൾ സൃഷ്ടിയൊന്നുവരാകുന്നു. വേദവിധികളിൽ വിമുക്തരായ ആത്മബോധത്തിൽ അധിഷ്ഠരായവരിൽ സ്വയമേവ ഭഗവാൻ പ്രകാശിക്കുന്നു. ജ്ഞാനികളിൽ അനുഭവ രൂപേണ അറിയപ്പെടുന്ന ഭഗവാന് നമസ്കാരം. മാതൃപ്രപഞ്ചവശുവാശവിമോക്ഷണായ
മുക്തായ ഭൂരി കരുണായ നമോലയായ സ്വാംശേന സർവതൻ ഗൃഹഫലതിഷ്കടീത പ്രത്യദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ. ഗജേന്ദ്രൻ പറയുന്നു, തന്നെ പോലെ ആശ്രയിക്കുന്നവരെ അവരുടെ അജ്ഞാനബന്ധത്തെ അകറ്റി ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഭഗവാൻ ഭക്തരക്ഷണത്തിനായി സദാ ജാഗരൂകനായിരിക്കുന്നു. ഭക്തൻ രണ്ടടി മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഭഗവാൻ നാലടിയിൽ വെച്ച് ഈ ഭക്തനെ അനുഗ്രഹിക്കുന്നു. തന്റെ കേവലാവസ്ഥയ്ക്ക് മാറ്റം വരാതെ തന്റെ ചെറിയ ഒരു അംശം കൊണ്ട് സർവ ജീവജാലങ്ങളിലും ഭഗവാൻ പ്രശോഭിക്കും, ആത്മാവായിട്ട് പ്രശോഭിക്കുന്നു. അപരിച്ഛിന്നനായ ഭഗവാന് നമസ്കാരം. ആത്മാപ്തജാപ്തഗ്രഹവിദ്ദജനേഷു തത്തൈഃ ദുഷ്പ്രാവണായ ഗുണസംഗവിവർദ്ധിതായ മുക്താവിഃ സ്വഹൃദേ പരിപാലിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. സശരീരം, ബന്ധുക്കൾ, ഗൃഹം, ധനം എന്നിവയിൽ ആസക്തരായവരിൽ ഭഗവാനെ പ്രാപിക്കാൻ വിഷമമാണ്. ഗുണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിലും അതിലൊന്നും സംഘമില്ലാതെ ഒട്ടലില്ലാതെ അജ്ഞാനമുക്തരായവർക്ക് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ഹൃദയഭൂമിയിൽ പ്രകാശിക്കുന്ന ഭഗവാന് നമസ്കാരം. ധർമ്മകാമാർത്ഥമോക്ഷങ്ങൾ ആഗ്രഹിച്ച് ഭഗവാനെ ആരാണ് ആരാധിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നതിൽ വെച്ച് കൂടുതൽ ഭഗവാൻ അവർക്ക് അനുഗ്രഹിക്കുന്നു. കൂടാതെ നാശമില്ലാത്തതായ കൃത്യഭാവത്തെയും അനുഗ്രഹിക്കുന്നു. അപാര ദയാശാലിയായ ഭഗവാൻ ഈ മുതലിൽ നിന്നും ഈ സംസാരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ബ്രഹ്മാദയോ ദേവാഹ വേദാലോകാചരാചരാഹ നാമരൂപവിഭേദേന പരിഭ്രാജകലയാ കൃതം. ആരുടെ ഒരു ചെറിയ അംശത്തിൽ നിന്നാണോ ബ്രഹ്മാവ്, വേദങ്ങൾ, ദേവന്മാർ, ചരാചരങ്ങളടങ്ങിയ ഈ മഹാപ്രപഞ്ചവും നാമരൂപഭേദങ്ങളോടെ ഉണ്ടായിരിക്കുന്നത് ആ ഭഗവാന് നമസ്കാരം. യഥാക്ഷിഷോഗ്നേ സവിദുർധവസ്തയോ നിര്യാന്തി സംയാതി അസകൃത്തരോഷിണ തദായതോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനകാനി ശരീരസദ്ഗാവാം. അഗ്നിയിൽ നിന്നും തീപ്പൊരികൾ എന്ന പോലെയും സൂര്യനിൽ നിന്നും രശ്മികൾ എന്ന പോലെയും പ്രകൃതി കാര്യങ്ങളായ ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ ഉദ്ഭവിക്കുകയും ആ ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നത് ആരിലാണോ ആ ഭഗവാന് നമസ്കാരം. ആ ഭഗവാൻ ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ സ്ത്രീയോ നപുംസകമോ അല്ല, ഗുണവുമല്ല കർമ്മവുമല്ല, സത്തുമല്ല അസത്തുമല്ല. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നവനും എന്നാൽ എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ആ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. ഗജേന്ദ്രൻ പറയുകയാണ്, എനിക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ല. അകത്തും പുറത്തും അജ്ഞാനമായുള്ള ഈ ജനശരീരം കൊണ്ട് എന്ത് പ്രയോജനം? എന്നെ ആക്രമിച്ച മുതലിൽ നിന്നും രക്ഷപ്രാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആത്മബോധത്തെ മറയ്ക്കുന്നതും കാലത്താൽ നശിപ്പിക്കാൻ സാധിക്കുന്നതുമായ അജ്ഞാനമായിരുന്നുള്ള രക്ഷയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ആത്മജ്ഞാനം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഗജേന്ദ്രൻ പ്രാർത്ഥിക്കുന്നു. യോഗരന്തിരകർമാണോ ധൃതിയോഗവിഭാവിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. ഭക്തിയോഗത്താൽ പൂർവകർമ്മപരങ്ങളിൽ നിന്ന് മുക്തരായ യോഗികൾ ഭഗവത്ജ്ഞാനത്താൽ പരിശുദ്ധരായ തങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ കാണുന്നു. അങ്ങനെയുള്ള യോഗേശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു. നമോ നമസ്തുഭ്യമസഖ്യവേഗം ശക്തിത്രയായ ഗുണായാം പ്രപന്നപാലായ ദുരന്തശക്തയെ തദിന്ദ്രിയാണാമനമപ്യവത്മനെ
അനന്ത ശക്തിമാനും തൃണമൂടെ രൂപത്തിലുള്ള മഹാശക്തിയോട് കൂടിയവനും ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും വിഷയങ്ങളുടെ രൂപത്തിൽ കാണപ്പെടുന്നവനും ആശ്രിതരെ സദാ രക്ഷിക്കുന്നവനുമായ ഇന്ദ്രിയ സംയം രക്ഷിക്കുന്നവനും ഇന്ദ്രിയ സംയമനമില്ലാത്തവർക്ക് അപ്രാപ്യമായ ഭഗവാനെ വീണ്ടും വീണ്ടും വീരേന്ദ്രൻ നമസ്കരിക്കുന്നു. നായം വേദസമാത്മനം യശക്ത്യാഹം ദിയാഗതം തം ദുരക്ഷയമാഹാത്മ്യം ഭഗവന്തവിദോസ്മ്യഹം. ആരുടെ യോഗമായ കൊണ്ടാണോ അഹം ബുദ്ധി ഉണ്ടായി ആത്മാവ് മറക്കപ്പെടുന്നത്, ആരുടെ മഹാത്മ്യവും ശക്തിയും അനന്തമാണോ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ ഗജേന്ദ്രൻ മൂർത്തിവേദങ്ങളെ അതിക്രമിച്ച് പരബ്രഹ്മത്തെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഗരുഡവാഹനത്തിൽ അവിടെ എത്തി. ഗജേന്ദ്രൻ ആകാശത്ത് ഗരുഡവാഹനത്തിലിരിക്കുന്ന ചക്രാലനെ തടാകത്തിൽ നിന്ന് താമരപ്പൂക്കൾ പറിച്ച് തുമ്പിക്കയൊട്ടി നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് ഉച്ചരിച്ച് പൂജയിച്ചു. ഭഗവാൻ ഗജേന്ദ്രന്റെ ഭക്തി കണ്ടറിഞ്ഞ് അതിവേഗത്തിൽ താഴേക്കിറങ്ങി അവന്റെ തുമ്പിക്കയെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അതോടുകൂടി മുതലയും കൂടെ വന്നു. മുതലയെ ചക്രായുധം കൊണ്ട് മുറിച്ച് ഗജേന്ദ്രനെ മോചിപ്പിച്ചു. ഭഗവാന്റെ സ്പർശം കിട്ടിയ ഗജേന്ദ്രൻ പീതാംബരധാരിയായി ചതുർഭുജത്തോടുകൂടി ഭഗവത് സ്വരൂപമായി സാരൂപ്യമുക്തിയെ പ്രാപിച്ചു. ഈ മുതല ശാപമോക്ഷം കിട്ടി ഗന്ധർവലോകത്തിലേക്ക് പോയി. ഊഹു എന്ന ഗന്ധർവനായിരുന്നു ആ മുതല. ഈ ഞാൻ പറഞ്ഞ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.